പപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക. അപ്പം നമുക്ക് ഇന്ന് ഇത്തിരി നല്ല ചൂടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എൻ്റേതായ രീതിയിൽ കറി വെക്കുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പസമയം നമുക്ക് ഇളക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി ഉള്ളവർക്ക് ഉള്ളി എടുക്കാം. ഇവിടെ സവാള ഇഷ്ടമായത് സവാള ഇടുന്നതിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് സവാള ചേർക്കാം കേട്ടോ. ഇവിടെ ഇത്തിരി സവാള ചെമ്മിത്തിനേലും കൂടുതൽ ചെമ്മിത്തിലിടുന്ന സവാളയാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി സവാള കൂടുതൽ ചേർക്കണേന്. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ നമുക്ക് അല്പം ഉപ്പിടാം. അപ്പം നമ്മുടെ സവാളയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയുടെ പൊടി. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തക്കാളിയുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം തക്കാളി നന്നായിട്ട് വഴറ്റും കിട്ടും. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി വെച്ച ചെമ്മീനിടാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കാരണം ഒരിത്തിരി കഴിയുമ്പോൾ ചെമ്മിത്തീന് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് അല്പനേരം അടച്ചു വെച്ച് കഴിക്കാം. നമുക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ നന്നായിട്ട് വെന്ത് കരിപോയിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ലാസ്റ്റ് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞങ്ങൾ വെക്കുന്ന രീതിയിലുള്ള ചെമ്മീൻ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. താങ്ക് യു.